നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അടിയന്തരാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. എമർജൻസി. നമ്മൾ ഏറ്റവും കൂടുതൽ എമർജൻസി അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ എന്ന് കേട്ടിട്ടുള്ളത് ഇന്ദിരാഗാന്ധിയുടെ പേരുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ടാണല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് അടിയന്തരാവസ്ഥ, അത് ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് പറയുന്നത്, അല്ലെങ്കിൽ ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത് എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 18 പാർട്ട് 18 എന്തു പറയുന്നത്, അടിയന്തരാവസ്ഥയെ പറ്റി പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 18. അതുപോലെ ആർട്ടിക്കിൾ 352 മുതൽ 360 വരെയാണ് എന്ത്, അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. ആർട്ടിക്കിൾ 352 മുതൽ 360 വരെയാണ് എന്ത്, അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 18 അടിയന്തരാവസ്ഥയെ പറ്റി പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 352 മുതൽ 360 വരെ എന്താണ്, അടിയന്തരാവസ്ഥയെ പറ്റി പറയുന്ന ആർട്ടിക്കിളുകളാണ്. നമ്മുടെ ഈ അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ഒരു ആശയത്തെ ഇന്ത്യ കടമെടുത്തിട്ടുള്ളത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ് എന്ത്, അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ഒരാശയം ഇന്ത്യ കടമെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യപ്പെടും എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ജർമ്മനിയിൽ നിന്നാണ് കേട്ടോ. എവിടെ നിന്നാണ്? ജർമ്മനിയിൽ നിന്നാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യപ്പെടുമെന്നുള്ള ആശയം ഇന്ത്യ കടമെടുത്തത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 18 ഭാഗം 18 അടിയന്തരാവസ്ഥയെ പറ്റി പറയുന്നത്. ആർട്ടിക്കിൾ 352 മുതൽ 360 വരെ, ആർട്ടിക്കിൾ 352 മുതൽ 360 വരെ എന്താണ്, എമർജൻസിയെ പറ്റി പറയുന്ന ആർട്ടിക്കിളുകളാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ് നമ്മൾ അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ എമർജൻസി എന്ന് പറയുന്ന ഒരാശയത്തെ ഇന്ത്യ കടമെടുത്തത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ്. അതുപോലെ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് എന്താണ്, മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യപ്പെടും എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത് ജർമ്മനിയിൽ നിന്നുമാണ്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന പ്രകാരം 3 തരത്തിലുള്ള അടിയന്തരാവസ്ഥകളാണ് ഇന്ത്യയിലുള്ളത്. എന്താണ്, ഇന്ത്യൻ ഭരണഘടന പ്രകാരം 3 തരത്തിലുള്ള അടിയന്തരാവസ്ഥകളാണ് ഇന്ത്യയിലുള്ളത്. ഏതൊക്കെയാണ്? ദേശീയ അടിയന്തരാവസ്ഥ, സംസ്ഥാന അടിയന്തരാവസ്ഥ, സാമ്പത്തിക അടിയന്തരാവസ്ഥ. ഏതൊക്കെയാണ്? ദേശീയ അടിയന്തരാവസ്ഥ, സംസ്ഥാന അടിയന്തരാവസ്ഥ, സാമ്പത്തിക അടിയന്തരാവസ്ഥ. ഇനി ആർക്കാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാനുള്ള അധികാരമുള്ളതെന്നറിയാമോ? പ്രസിഡന്റിനാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരമുള്ളത്. ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് കേന്ദ്രം എന്താണ്, ശക്തമാകുകയും സംസ്ഥാനങ്ങൾ പൂർണ്ണമായും കേന്ദ്രത്തിന് കീഴിലാവുകയുമാണ് പൊതുവെ ചെയ്യാറ്. ഒരു ദേശീയ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഒരു ക്വാസി ഫെഡറലാണ് അല്ലേ. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും പവറുകൾ അവിടെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അവർ ഒരുമിച്ച് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു ശക്തമായ കേന്ദ്ര ഗവൺമെൻറ് ആണ് നമുക്കുള്ളത് താനും. അപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് കേന്ദ്രം അങ്ങ് ശക്തമാവുകയും സംസ്ഥാനങ്ങൾ പൂർണ്ണമായിട്ടും കേന്ദ്രത്തിന് കീഴിലാവുകയും ചെയ്യുന്നതാണ് അടിയന്തരാവസ്ഥയുടെ മറ്റൊരു പ്രത്യേകത. നമുക്ക് ഓരോ അടിയന്തരാവസ്ഥയും, എന്താണ് ദേശീയ അടിയന്തരാവസ്ഥ, എന്താണ് സംസ്ഥാന അടിയന്തരാവസ്ഥ, എന്താണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ എന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളെ ഒരു അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. അതൊന്നുകൂടി നോക്കുകയാണെങ്കിൽ അടിയന്തരാവസ്ഥയെ പറ്റിയിട്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 18 പാർട്ട് 18 പറയുന്നത്. ആർട്ടിക്കിൾ 352 മുതൽ 360 വരെ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ് എമർജൻസി എന്നൊരാശയം ഇന്ത്യ കടം കൊണ്ടത്. അതുപോലെ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് എന്താണ്, മൗലിക അവകാശങ്ങൾ അഥവാ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് റദ്ദ് ചെയ്യപ്പെടും എന്നുള്ള ഒരാശയമില്ലേ, അത് കടം കൊണ്ടത് നമ്മൾ ജർമ്മനിയിൽ നിന്നാണ്. ഇന്ത്യൻ ഭരണഘടന പ്രകാരം നമുക്ക് 3 തരത്തിലുള്ള അടിയന്തരാവസ്ഥയാണുള്ളത്.
ദേശീയ അടിയന്തരാവസ്ഥ, സംസ്ഥാന അടിയന്തരാവസ്ഥ, സാമ്പത്തിക അടിയന്തരാവസ്ഥ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എപ്പോഴും ഒരു രാജ്യത്ത് എമർജൻസി ഡിക്ലെയർ ചെയ്യാനുള്ള റൈറ്റ് എന്ന് പറയുന്നത് അത് പ്രസിഡന്റിന് മാത്രമാണ്. അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാനുള്ള അധികാരം എന്ന് പറയുന്നത് അത് പ്രസിഡന്റിന് മാത്രമുള്ളതാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയങ്ങളിൽ രാഷ്ട്രീയപരമായിട്ടൊരു രാഷ്ട്രത്തിലുണ്ടാകുന്ന മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ കേന്ദ്രം ശക്തമാവുകയും സംസ്ഥാനങ്ങൾ പൂർണ്ണമായും കേന്ദ്രത്തിന് കീഴിലാവുകയും ചെയ്യും. ഇപ്പോഴും നമ്മൾ ശക്തമായ ഒരു കേന്ദ്ര ഗവൺമെൻറ്റോട് കൂടിയ ഫെഡറലിസമാണ്. ഇവിടെ സംസ്ഥാനങ്ങൾക്ക് ചില പവറുകളും അല്ലെങ്കിൽ കുറേ അധികാരങ്ങളൊക്കെ കൊടുക്കുന്നില്ലേ, തീരുമാനങ്ങൾ എടുക്കാനും അത്തരത്തിലൊക്കെ. പക്ഷേ എമർജൻസി സമയത്ത് പൂർണ്ണമായിട്ടും ആ സംസ്ഥാനങ്ങൾ കേന്ദ്രത്തിൻ്റെ അണ്ടറിലേക്ക് മാറുന്നതാണ് എമർജൻസി ടൈമിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്കിനി ഓരോ അടിയന്തരാവസ്ഥയെയും പറ്റി നോക്കാം. ദേശീയ അടിയന്തരാവസ്ഥയെ പറ്റിയിട്ട് ആദ്യം നോക്കുകയാണെങ്കിൽ, ദേശീയ അടിയന്തരാവസ്ഥയെ പറ്റിയിട്ട് പറയുന്ന അനുച്ഛേദം അഥവാ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 352 ആണ്. എന്താണ്? ദേശീയ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 352 ആണ്. ഭരണഘടന അനുസരിച്ച് പ്രധാനമായിട്ടും 3 സാഹചര്യങ്ങളിലാണ് ഈ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ആ സാഹചര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 352 ദേശീയ അടിയന്തരാവസ്ഥയെ പറ്റി പറയുന്നത്. ഒന്നെന്താണ്? യുദ്ധമുണ്ടാവുകയാണെങ്കിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാറുണ്ട്. രാജ്യത്തിന് പുറത്തു നിന്നുള്ള ഒരു കടന്നുകയറ്റം നമ്മുടെ രാജ്യത്തിലേക്ക് ഉണ്ടാവുകയാണെങ്കിൽ ആ സാഹചര്യത്തിൽ പ്രഖ്യാപിക്കുന്ന എമർജൻസി എന്താണ്? ദേശീയ അടിയന്തരാവസ്ഥയാണ്. അതുപോലെ തന്നെ സായുധ വിപ്ലവം ഉണ്ടാവുകയാണെങ്കിലും എന്താണ്? ദേശീയ അടിയന്തരാവസ്ഥയാണ് പ്രഖ്യാപിക്കാറ്. അങ്ങനെ 3 സാഹചര്യങ്ങളിലാണ് പൊതുവെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാറ്, നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യാറ്. ആർട്ടിക്കിൾ 352 പ്രകാരമാണ് നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകിൽ യുദ്ധമുണ്ടാവുമ്പോൾ അല്ലെങ്കിൽ രാജ്യത്തിന് പുറത്തു നിന്നുള്ള കടന്നുകയറ്റങ്ങൾ, സായുധ വിപ്ലവം, ഇവയൊക്കെ എന്താണ്? നാഷണൽ എമർജൻസിയുടെ അണ്ടറിൽ വരുന്നതാണ്. ഈ സാഹചര്യങ്ങളിലൊക്കെയാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക. ഇനി നമുക്കെന്താണ് സംസ്ഥാന അടിയന്തരാവസ്ഥ എന്താണെന്നുള്ള കാര്യം ഒന്ന് നോക്കാം. സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ആർട്ടിക്കിൾ 356 പ്രകാരമാണ് കേട്ടോ. ആർട്ടിക്കിൾ 356 പ്രകാരമാണ് സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. സംസ്ഥാന അടിയന്തരാവസ്ഥയെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത് എന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 356 ആണ്. ഒരു സംസ്ഥാനത്ത് ഭരണഘടനാ സംവിധാനങ്ങൾ പരാജയപ്പെടുകയാണെങ്കിൽ ആർട്ടിക്കിൾ 356 പ്രകാരം ആ സംസ്ഥാനത്തിൻ്റെ ഭരണം കേന്ദ്രം ഏറ്റെടുക്കുന്നുണ്ട്. അങ്ങനെ കേന്ദ്രം ഏറ്റെടുക്കുന്നതിനെ നമ്മൾ പ്രസിഡന്റ് ഭരണം എന്നാണ് പറയുന്നത്. അങ്ങനെ കേന്ദ്രം ഏറ്റെടുത്ത് അവിടെ ഒരു പ്രസിഡന്റ് ഭരണം വന്നു എന്നാണ്. ഇപ്പോൾ കേരളത്തിൽ ഒരു എമർജൻസി ഡിക്ലെയർ ചെയ്യുകയാണ്. ഭരണഘടനാപരമായ കാര്യങ്ങളും സംവിധാനങ്ങളും നമ്മുടെ സംസ്ഥാനത്ത് പരാജയപ്പെടുകയാണ്. അത് നന്നായി പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം വരികയാണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് എന്ത് ചെയ്യും? സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും അവിടെ കേന്ദ്ര ഗവൺമെൻറ് മുഴുവൻ ഭരണവും ഏറ്റെടുക്കുകയും ചെയ്യും. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അതിനെ പ്രസിഡന്റ് ഭരണം എന്നാണ് നമ്മൾ പറയാറ്. ഭരണഘടന പ്രകാരം എമർജൻസി എന്ന വാക്ക് ഉപയോഗിക്കാത്ത അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് സംസ്ഥാന അടിയന്തരാവസ്ഥയ്ക്കാണ് കേട്ടോ. സംസ്ഥാന അടിയന്തരാവസ്ഥയ്ക്കാണ് നമ്മൾ എമർജൻസി എന്ന വാക്ക് ഉപയോഗിക്കാത്തത്. അവിടെ പ്രസിഡന്റ് ഭരണമാണെന്നാണ് അപ്പോൾ പറയാറ്. സംസ്ഥാന അടിയന്തരാവസ്ഥ വരുന്ന സാഹചര്യങ്ങളിൽ പ്രസിഡന്റ് ഭരണം എന്നാണ് പറയാറ്. ഇനി നമുക്ക് സാമ്പത്തിക അടിയന്തരാവസ്ഥ എന്നൊന്ന് നോക്കാം. സാമ്പത്തിക അടിയന്തരാവസ്ഥയെ പറ്റിയിട്ട് പറയുന്ന ആർട്ടിക്കിൾ 360 ആണ്. ആർട്ടിക്കിൾ 360 പ്രകാരമാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരവും ആർക്കാ ഉള്ളത്? അതും പ്രസിഡന്റിനാണുള്ളത്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഒന്ന് സാമ്പത്തിക സ്ഥിരത ഇല്ലായ്മ വരുമ്പോൾ, ഒരു രാഷ്ട്രത്തിൽ സാമ്പത്തിക സ്ഥിരത ഇല്ലാതെ വരുമ്പോൾ, അതുപോലെ തന്നെ പൊതുകടം വർദ്ധിക്കുന്ന സാഹചര്യത്തിലും സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കും. ഒന്നുകിൽ സാമ്പത്തിക സ്ഥിരത ഇല്ലായ്മ വരുമ്പോൾ, പിന്നെന്താണ് പൊതുകടം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ. ഈ 2 സാഹചര്യങ്ങളിലാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ ഒരു രാജ്യത്ത് പ്രഖ്യാപിക്കുന്നത്. സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രസിഡന്റ് പ്രഖ്യാപിച്ചാൽ
അതിന് പാർലമെൻറ്റ് ഒരു 2 മാസത്തിനകം അംഗീകാരം നൽകണം എന്നാണ് പറയാറ്. എന്താണ്? സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രസിഡന്റ് പ്രഖ്യാപിക്കുമ്പോൾ പാർലമെൻറ്റ് 2 മാസത്തിനകം എന്താണ് അതിന് അനുമതി നൽകണം എന്നാണ് പറയാറ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ്. അതുപോലെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥയും സംസ്ഥാന അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതുവരെ. പക്ഷേ ഇന്ത്യയിൽ ഇതുവരെ പ്രഖ്യാപിക്കാത്ത അടിയന്തരാവസ്ഥ ഏതാണെന്ന് ചോദിച്ചാൽ അത് സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ്. നമ്മൾ ഈ ഒരു എമർജൻസിയുമായി ബന്ധപ്പെട്ട് കുറേ ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ. മുൻവർഷ ചോദ്യ പേപ്പറുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ കാണാൻ സാധ്യതയുള്ളൊരു ചോദ്യം ഓരോ അടിയന്തരാവസ്ഥയും ഏത് ആർട്ടിക്കിൾ ബേസ്ഡ് ആണെന്നാണ്. ദേശീയ അടിയന്തരാവസ്ഥ 352, സംസ്ഥാന അടിയന്തരാവസ്ഥ 356, സാമ്പത്തിക അടിയന്തരാവസ്ഥ 360. ഇതാണ് ഒന്നാമതായിട്ട് നിങ്ങൾ കാണുന്ന ഒരു ചോദ്യം. രണ്ടാമതായിട്ട് എവിടെ നിന്നാണ് എമർജൻസി എന്ന് പറയുന്ന ഒരു ആശയം ഇന്ത്യ എടുത്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. പിന്നെ ഏത് ഭാഗത്താണ്? പാർട്ട് 18 അടിയന്തരാവസ്ഥയെ പറ്റിയിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത്. 3 തരത്തിലുള്ള എമർജൻസിയാണ് ഇന്ത്യയിലുള്ളത്. ദേശീയ അടിയന്തരാവസ്ഥ, സംസ്ഥാന അടിയന്തരാവസ്ഥ, സാമ്പത്തിക അടിയന്തരാവസ്ഥ. ഇന്ത്യയിൽ ഇതുവരെയും പ്രഖ്യാപിക്കാത്ത അടിയന്തരാവസ്ഥ ഏതാണെന്ന് ചോദിച്ചാൽ അത് സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ് ഇന്ത്യയിൽ ഇതുവരെയും പ്രഖ്യാപിക്കാത്തത്. പിന്നെ ഇവിടം കൊണ്ട് കഴിഞ്ഞിട്ടില്ല. നമ്മൾ മനസ്സിലാക്കുക, ഓരോ അടിയന്തരാവസ്ഥയും ദേശീയ അടിയന്തരാവസ്ഥ ആയിക്കോട്ടെ, സംസ്ഥാന അടിയന്തരാവസ്ഥ ആയിക്കോട്ടെ, സാമ്പത്തിക അടിയന്തരാവസ്ഥ ആയിക്കോട്ടെ, അത് ഓരോ ക്ലാസ്സായിട്ട് എടുക്കാനുള്ള അത്രയും കാര്യങ്ങൾ ഓരോ അടിയന്തരാവസ്ഥയിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കതൊരു മറ്റൊരു ക്ലാസ്സിൽ എന്താണ് ഓരോന്നും എടുത്ത് സ്പെഷ്യലായിട്ട് തന്നെ ഒരു പരിഗണന കൊടുത്തുകൊണ്ട് നമുക്കതെടുത്ത് പഠിക്കാം ഓരോ അടിയന്തരാവസ്ഥയും. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ നന്നായി പഠിച്ചു വെക്കുക. ഒരു പ്രാവശ്യം കേൾക്കുക, ഒരു പ്രാവശ്യം വീണ്ടും കേട്ട് നോട്ട്സ് എഴുതിയെടുക്കാൻ നോക്കുക. അങ്ങനെ ഈ ഒരു ഭാഗം നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. അപ്പോൾ നമുക്ക് കൂടുതൽ ഇൻഫർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മറ്റൊരു ക്ലാസ്സിൽ കാണാം.